Start music. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ആരത്? ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ കോൾഗേറ്റ് ഹാങ്സ്. അപ്പൊ കോൾഗേറ്റ് വെച്ച് നമ്മൾ സ്ഥിരമായിട്ട് പല്ല് തേക്കാറുണ്ട്. പിന്നെന്താ വേറെ യൂസസ് ഒന്നും വലിയ കാര്യമായിട്ട് നമുക്ക് അറിയില്ല. അപ്പൊ ഇത് വെച്ചിട്ട് ഒരുപാട് കിഡിലൻ ഹാക്സ് ഇവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വർക്ക്ഔട്ട് ആണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മൾ കോൾഗേറ്റ് ഒരു ലോഡ് ഇറക്കി അടിച്ച് പൊളിക്കാവുന്നതാണ്. പിന്നെ എന്താ പറയാനുള്ള, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെ എന്താ പറയുക, അപ്പൊ അധികം സംസാരിച്ച് നമ്മൾ സമയങ്ങളിൽ വേഗം നമ്മുടെ ഹാക്സിലേക്ക് പോകാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഹാക്കിൽ ഇവർ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഫോണില് നമ്മൾ ഈ ചോറിനുമ്പോഴും നടക്കുമ്പോഴും കളിക്കുമ്പോഴും എപ്പോഴും ഇത് കൊണ്ടു നടക്കുന്ന കാരണം അതിന്റെ സ്ക്രീനിൽ എപ്പോഴും എന്താ പറയുക അഴുക്കായിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ഒക്കെ ആയിട്ടാകെ പ്രശ്നമായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ അത്യാവശ്യം മൊബൈലിൽ വീഡിയോ കാണുമ്പോഴായിരിക്കും ഒക്കെ തെളിച്ചില്ലാണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൾഗേറ്റ് ഇത്തിരി അതിന് തേച്ചിട്ട് നല്ലോണം തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇതിങ്ങനെ പള 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 കൊണ്ട് തിളങ്ങുന്നതാണ് പറയുന്നത്. അപ്പൊ ഒരു ഹാക്ക് വർക്കൗട്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫോണിന്റെ അത്യാവശ്യം നല്ലോണം എന്താ പറയാ കറുകുറാന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതില് നമ്മള് കുറച്ച് കോൾഗേറ്റ് തേച്ചു കൊടുക്കാൻ പോകട്ടോ. ലേശം നല്ലോണം തിളങ്ങുന്നുണ്ടല്ലേ. അപ്പൊ സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ 10ൽ 10 മാർക്ക് കൊടുക്കാം നമുക്ക്. പിന്നെ എനിക്കൊരു പ്രശ്നം തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മള് നല്ല കയ്യിൽ വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പതയാൻ സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ കോൾഗേറ്റ് അല്ലേ, വെള്ളമായി കഴിഞ്ഞാൽ പതയില്ല. അല്ലാണ്ട് ഇതൊരു അടിപൊളി ഹാക്കാണ്, ഇത് സൂപ്പർ ഹാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ മൊബൈലിലൊക്കെ ഇങ്ങനെ അഴുക്കായിട്ടിരിക്കുന്ന വെച്ചാൽ കോൾഗേറ്റ് വെച്ചിട്ട് അടിപൊളിയായിട്ട് തേച്ച് കൊടുക്കും. പിന്നെ എന്റെ ഇടയിലൊന്നും പോയിട്ടില്ല ഞാൻ വിചാരിക്കുന്നു. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തുടച്ചാൽ മതി. ഇടയിലൊക്കെ കഴിഞ്ഞാൽ തുടച്ചാൽ മതി, പേസ്റ്റ് അല്ലേ പൊക്കോളൂ. അപ്പൊ സക്സസ്ഫുൾ ഹാക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാക്കാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് നമ്മൾ കണ്ണട വെക്കില്ലോ, അതും ഇതേപോലെ തന്നെ സ്ക്രാച്ചസും അങ്ങനെ അഴുക്കൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ ചിലപ്പോൾ തീരെ ക്ലിയർ അല്ലാണ്ടിരിക്കും. അപ്പൊ ഇവര് പറയുന്നത് കോൾഗേറ്റ് ഇത്തിരി തേച്ചിട്ട് നല്ലോണം തുടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് എല്ലാം നന്നായിട്ട് സൂപ്പർ ആയിട്ട് കാണാന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഹാക്ക് വെക്കോട്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ണട. ഇത് അമ്മയുടെ കണ്ണടയാണ് കേട്ടോ. അപ്പൊ ഇത് അത്ര ക്ലിയർ ഒന്നല്ല, ഇപ്പൊ അത്യാവശ്യം അഴുക്കൊക്കെ ആയിട്ട് ഇരിക്കുന്നത് അനുസരിച്ച് കൈ കൊണ്ടൊക്കെ പിടിച്ചിട്ട് അത് നമ്മൾ കുറച്ച് കോൾഗേറ്റ് ഇതിൽ തേച്ച് കൊടുക്കാൻ പോവാണ്. നോക്കാം ഇതിന് ഒരു പ്രശ്നം പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്റെ അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് ഈ കണ്ണടനെ കൈകാര്യം ചെയ്യുന്നതാണ്. അത് നമ്മൾ കോൾഗേറ്റ് വെച്ച് നല്ലോണം തുടച്ചു കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ ഈ ഒരു സൈഡിൽ നമ്മൾ തുടച്ചേക്ക് നമുക്കൊന്ന് വെച്ച് നോക്കാം. ആഹാ, നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമ്മൾ തുടച്ചില്ല, ഇതിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ സക്സസ്ഫുൾ ഹാക്കാണ്. 10ൽ 10 മാർക്ക് കൊടുക്കാം. അപ്പൊ കണ്ണട വെക്കുന്നവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഉപകാരമായിരിക്കും നിങ്ങൾക്ക്. കണ്ണ് കാണാണ്ടിരിക്കണല്ലോ, അത്യാവശ്യം സാധനങ്ങളൊക്കെ കാണാമല്ലോ. പിന്നെ എന്താ പറയുക, അപ്പൊ നമ്മുടെ അച്ചാച്ചമാർക്കും അമ്മമാർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കാം. നല്ല മണത്തോടു കൂടി കണ്ണട വെക്കുകയും ചെയ്യാം, എല്ലാം ക്ലിയർ ആയിട്ട് കാണുകയും ചെയ്യാം. അപ്പൊ സക്സസ്ഫുൾ ആയിക്കാണ്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഹാക്കാണ്. അപ്പൊ നമ്മൾ അയൺ ബോക്സ് ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതിന്റെ നമ്മൾ ഈ കളറുള്ള ഡ്രസ്സൊക്കെ തേച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് മുട്ടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഈ വെള്ളമ കൊണ്ട് തേച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കളർ അതുമിലേക്ക് പിടിക്കും. അപ്പൊ അയൺ ബോക്സിന്റെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി മെത്തേഡ് ഒരു പറയുന്നത് കോൾഗേറ്റ് ഇത്തിരി തേച്ചിട്ട് നല്ലോണം തുടച്ചു കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ നല്ല പള തിളങ്ങുന്നതാണ് പറയുന്നത്. അപ്പൊ ഈ ഹാക്ക് വെക്കോട്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ അയൺ ബോക്സ്. അപ്പൊ ആവശ്യത്തിന് നമ്മുടെ ആഗ്രഹം പോലെ തന്നെ ഇതിൽ നല്ല കളറൊക്കെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്തിരി ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് തേച്ചാൽ പോകും. നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള കാരണം ഒറ്റയ്ക്കായിട്ട് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്ക് തേച്ചു കൊടുത്ത് നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിട്ടിരുന്നോ? ഓക്കെ, നമ്മുടെ അയൺ ബോക്സിന് ഈ ടൂത്ത് പേസ്റ്റ് വെച്ച് തുടച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇതൊരു സക്സസ്ഫുൾ ഹാക്കാണ് കേട്ടോ. 10ൽ 10 മാർക്ക് കൊടുക്കാം. നമുക്ക് അയൺ ബോക്സ് മറ്റേ ഇത് പെയിന്റ് പോയേക്കുന്നതാണ് കേട്ടോ. മറ്റേ നോക്കിയാൽ ഈ ഒരു ഭാഗം മൊത്തമായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് മതി വലിയ ചളിയൊന്നും കാണാനില്ല. അപ്പൊ സക്സസ്ഫുൾ ഹാക്കാണ്. നിങ്ങൾ നല്ലോണം ട്രൈ ചെയ്ത് നോക്കിയോളൂ. എന്തായാലും ഇത് ട്രൈ ചെയ്ത് 10ൽ 10 മാർക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാക്കാണ്. അപ്പൊ നമ്മുടെ പേസ്റ്റ് തീർന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് എടുക്കാന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പൊ കോൾഗേറ്റ് പേസ്റ്റ് നമുക്ക് തീരാണെങ്കിൽ അല്ലെങ്കിൽ ഏത് പേസ്റ്റിലും തീരാണെങ്കിൽ ഇവർ പറയുന്നത് ബഡ്സ് 2 വെക്കുക, റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ അമർത്തി വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൂത്ത് പേസ്റ്റ് മൊത്തമായിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഈ ഹാക്ക് വെക്കോട്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം.
അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മളിത് തീർന്ന ഒരു ടൂത്ത് പേസ്റ്റ് എടുത്തേക്കാണ്. അപ്പൊ ഇതിലേക്ക് നമ്മളിത് 2 ബഡ്സ് വെച്ചിട്ട് ബഡ്സ് വീട്ടിലുള്ളവര് ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ. ബഡ്സിന് പേര് എനിക്ക് തോന്നുന്നത് നമ്മുടെ ടൂത്ത് പിക്ക് ആയാലും അല്ലെങ്കിൽ ഒരു ഈർക്കിലായാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇത് സൂപ്പർ ഹാക്കാണ്. നമ്മൾ പണ്ട് നമ്മുടെ അമ്മിക്കൽ ഹാക്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അമ്മിക്കല്ല് വെച്ച് അമർത്തി വിടാണ്. അതുപോലെ തന്നെയുള്ള ഒരു സൂപ്പർ ഹാക്കാണ് ഇത്. അമ്മിക്കല്ലില്ലാത്തൊരു ഈ ഒരു മെത്തഡ് യൂസ് ചെയ്തത്. അത് 10 മാർക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാക്കാണ്. അപ്പൊ ഞാൻ അത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പൊ ഇവര് പറയുന്നത് വെച്ചാൽ നമ്മുടെ തീപ്പെട്ടിയിലൊക്കെ എന്താ പറയാ, നമ്മൾ നനഞ്ഞു കഴിഞ്ഞാൽ തീപ്പെട്ടി കത്തില്ല. അപ്പൊ ഇവര് പറയുന്നത് നമ്മുടെ തീപ്പെട്ടി കൊള്ളിയിൽ കുറച്ച് പേസ്റ്റ് ആക്കിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം അത് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കത്തുന്നാണ് പറയണത്. അപ്പൊ നമുക്ക് ഇപ്പൊ എവിടേക്കെങ്കിലൊക്കെ നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ തീപ്പെട്ടി കൊള്ളിയിലൊക്കെ കുറച്ച് പേസ്റ്റ് തേച്ചിട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് അവിടെ പോയിട്ട് നനഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് കത്തിച്ച് ഉപയോഗിക്കാന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഈ ഹാക്ക് പോകട്ടോ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മൾ തീപ്പെട്ടിക്കൊള്ളി എടുത്തിട്ടുണ്ട്. നമ്മുടെ ടൂത്ത് പേസ്റ്റ് കഴിക്കണം. അവർ കാണിച്ച പോലെ ബ്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേ നമ്മള് കുറച്ച് ടൂത്ത് പേസ്റ്റ് തേക്കാൻ പോവാണ്. എന്നിട്ട് നമ്മളിത് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. ഇത് കാരണമാണ് അത് കത്തിയിട്ട് ഒന്ന് എന്താ പറയുക, ഇങ്ങനെയാണ് അത് കത്തിയത്. പക്ഷെ നമ്മുടെ അത് കത്തി അപ്പൊ തന്നെ കേടാൻ ചെയ്യുന്നത്. അപ്പൊ സക്സസ്ഫുൾ ആയിക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ എന്താ വെച്ചാൽ നമ്മളിപ്പോ യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും നനവൊക്കെ തട്ടിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീപ്പെട്ടിക്കൊള്ളി കത്തില്ല. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ കുറച്ച് പേസ്റ്റ് തേച്ചിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ 10 മാർക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ഹാക്കിൽ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ചുണ്ടൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൂത്ത് പേസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കുക. അതിന് കോൾഗേറ്റ് തേച്ച് കൊടുത്ത് ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഇവർ കാണിക്കുന്നത്. അപ്പൊ ഈ ഹാക്ക് പോയിക്കോട്ടോ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അത് നമ്മുടെ ചുണ്ടത്തുന്ന ലിപ് ബാമൊക്കെ നമ്മൾ തുടച്ച് കളയാട്ടോ. അടുത്തേ നമ്മൾ കുറച്ച് ടൂത്ത് പേസ്റ്റ് തേച്ച് കൊടുക്കാൻ പോവാണ്. ബ്യൂട്ടിഫുൾ ഗേൾ. നല്ല നീറ്റൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ വീഡിയോ കണ്ടിട്ട് കുട്ടികളൊന്നും പേടിക്കരുത്, ഇത് ഹൊറർ വീഡിയോ അല്ല കേട്ടോ. അപ്പൊ നമ്മൾ തുടച്ചു കളയുമ്പോ നല്ലൊരു നീറ്റോ നല്ലൊരു ചൂടും നല്ലൊരു തണവൊക്കെ വരുന്നുണ്ട്. നല്ല സുഖമുണ്ട്. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഇങ്ങനെ നല്ലോണം തുടച്ചു കളയാറുത്. വെള്ളം തൊട്ടില്ല കേട്ടോ നടക്കുന്നത് നമ്മള്. അതിന് വെള്ളം തൊട്ടില്ല. ടിഷ്യൂ പേപ്പറൊക്കെ ചുണ്ട് തൊട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് സക്സസ്ഫുൾ ആയിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക, ആദ്യം ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് തുടച്ചു, കോൾഗേറ്റ് വെച്ച് തുടച്ചു. പക്ഷേ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചപ്പോൾ എന്താ പറയുക, ആകെ ഇങ്ങനെ അതൊക്കെ ഒട്ടിപ്പിടിക്കുക. അതിനുശേഷം എന്താ പറയുക, നല്ലൊരു സുഖമുണ്ട്. ആ ഒരു എരിവും ആ ഒരു ചൂടും ആ ഒരു തണുവും ഒക്കെ കൂടി നല്ല സുഖമുണ്ട്. പക്ഷേ എന്താ പറയുക, ചുണ്ട് നല്ല സോഫ്റ്റ് ഔട്ടാണ്. നമ്മുടെ ആ ഒരു എന്താ പറയുക, ഡെഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ ഇത്തിരി പൊട്ടിയിട്ടുണ്ടായിരുന്ന കാരണം എന്താ പറയുക, ഇത് വെച്ചിട്ട് കുറേ വരച്ചപ്പോഴേ നല്ല ചോര വരുന്നുണ്ട് ചുണ്ടത്തുനിന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ടിഷ്യൂ പേപ്പറിന് പകരം തുണി വെച്ച് തുടക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി വെച്ച് തുടക്കിയായിരിക്കും നല്ലത്. നല്ല സുഖം കിട്ടും. ചുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സക്സസ്ഫുൾ ഹാക്കാണ്. പക്ഷേ ഞാൻ ഇത്തിരി വെള്ളം കൊണ്ട് തുടച്ച് കളഞ്ഞിട്ടോ. ഈ പേസ്റ്റ് ശരിക്കും പോകാണ്ട് തൊടുമ്പോഴേ നല്ല എന്താ പറയുക, ഒരു ഒട്ടലുണ്ട് ചെറുതായിട്ട് ഈ പേസ്റ്റിൻ്റെ. അവിടേക്ക് നല്ല തുടച്ച് കളഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾ ചുണ്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ
ഈ എന്താ പറയുക തൊലിയൊക്കെ ഇതായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ചുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, നല്ല സൂപ്പർ ആയിട്ട് എനിക്ക് നല്ല ഫീൽ ശരിക്കും അറിയുന്നുണ്ട്. സക്സസ്ഫുൾ ഹാക്കാണ്. പക്ഷേ ടിഷ്യൂ പേപ്പറിന് കുറച്ച് കഷ്ടപ്പെടായിരിക്കും. അത് തുറച്ച് കളയുമ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് വരും. മുറിഞ്ഞ് ചുണ്ടുള്ളവരൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതാവുമ്പോൾ ഇത്തിരി നീറ്റൊക്കെ വന്നതൊക്കെ വരും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഒരു കിടക്കാച്ചി ഹാക്കാണ്. അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അലുമിനിയം ഫോയിൽ ഈ മുടിയുടെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കോൾഗേറ്റ് ഇങ്ങനെ പേസ്റ്റ് തേച്ച് കൊടുക്കുക. അതിന് ശേഷം അതിങ്ങനെ പൊതിഞ്ഞ് കുറച്ച് നേരം വെച്ചതിന് ശേഷം എന്നിട്ടാവും നമ്മൾ അടിപൊളി കളറാവും എന്നാ പറയുന്നത്. ഹെയർ കളർ അങ്ങനെ ചെയ്യാന്നാ പറയുന്നത്. അപ്പൊ ഈ ഹാക്ക് വർക്കൗട്ട് ആവും. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇത് ഹാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അലുമിനിയം ഫോയിൽ റെഡിയാക്കി. നമ്മൾ മൊത്തം മുടിയിൽ ചെയ്യണില്ല, എങ്ങാനും കളർ മാറി പണിയിട്ടില്ലേ. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇത്രയും ഭാഗത്താണ് നമ്മൾ ഹെയർ കളർ ചെയ്യാൻ പോണത്. അപ്പൊ നമ്മൾ കുറച്ച് മുടി എടുത്തിട്ട് നമ്മളിതേ നമ്മുടെ പേസ്റ്റ് കുറച്ച് തേച്ച് കൊടുക്കാൻ പോവാണ്. അതിനിപ്പോൾ ഞാൻ കുളിക്കേണ്ടി വലിയ നാലിച്ചിട്ട് മാത്രമേ എനിക്ക് വിഷമമുള്ള. നമ്മൾ കുറച്ച് പേസ്റ്റ് കൂടുതലാക്കി കൊടുത്തിട്ടുണ്ട്. എന്തോരം കളർ മാറും നമുക്ക് നോക്കാം. ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ തന്നെ മുടി കെട്ടി കൊടുക്കണമല്ലോ. നമുക്ക് നോക്കി നോക്കാം ഇതെന്ത് മാത്രം വർക്കാവും നമുക്ക് നോക്കി നോക്കാം. അപ്പം നമുക്കൊരു അരമണിക്കൂർ ശേഷം നമുക്ക് കാണാം. അപ്പൊ ഇതൊരു കിഡിലൻ ഫ്ലോപ്പ് ഹാക്ക് ആയിട്ടുണ്ട്. നമ്മളൊരു 3/4 മണിക്കൂർ നമ്മുടെ പേസ്റ്റ് തേച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. അവസാനം നമ്മുടെ മുടിയൊക്കെ നനഞ്ഞിട്ട് ഈ ഒരു കോലായി. എന്താ പറയാ, നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം കഴുകി കളഞ്ഞിട്ട്. പക്ഷെ ഇത് എന്താ പറയാ, കളറൊന്നും മാറിയില്ല, അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കോൾഗേറ്റ് തേച്ചിട്ടുണ്ടെങ്കിൽ മുടിയുടെ കളർ മാറുന്നുള്ള ഒരു ഇത് ആർക്കും വേണമെന്നില്ല. കാരണം അത് നമുക്ക് ശരിയായില്ല. നമ്മളിത് 0 മാർക്കാണ് കൊടുക്കുന്നത്. അപ്പൊ സക്സസ്ഫുൾ ഹാക്ക് അല്ല കേട്ടോ. ആർക്കെങ്കിലും ശരിയാണെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്ന് നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ ഒരുവിധമൊക്കെ സക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ അധികം ഫ്ലോപ്പ് ആയിട്ടൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ എന്താ അടിപൊളി കിടിലും കമന്റ്സ് അയക്കാൻ മറക്കണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ച് അടിപൊളി എന്താണ്, അയ്യോ അടിപൊളിയല്ല, മനസ്സിലാക്കി കളഞ്ഞല്ല, കുറച്ച് ലെങ്തി ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം കമന്റ്സ് ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ 40K നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും, നമുക്ക് 40K ആയിരിക്കും. അപ്പൊ നമ്മൾ എന്തായാലും കുറെ പേരുടെ പേര് വായിക്കണതായിരിക്കും. അത് തന്നെ ആരും വിഷമം വിചാരിക്കരുത് കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു. എവിടെ ഇനിയിപ്പോ ഇതിൽ വല്ലതൊന്നും വരാനില്ലല്ലോ.